നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ് മുന്നണികൾ. കാരണം സമയം ഇനി അധികമില്ല. ആര് മുഖ്യമന്ത്രിയാകും, ഏത് പാർട്ടി ഭരണത്തിലേറും, ഇതൊക്കെ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇതേക്കുറിച്ച് സർവേ നടത്തി പഠിച്ച അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നമ്മളോട് സംസാരിക്കുകയാണ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്നത് പ്രശാന്ത് കിഷോർ പോലെയുള്ള ആളുകളാണ്. ഇപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളാണ് അവനീഷ് എന്ന് പറയാൻ പറ്റുമോ? അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശാന്ത് കിഷോർ ഫെയിലറായി. ജൻ സുരാജ് എന്ന് പറയുന്ന പാർട്ടി തകർന്നുപോയി. അതിന് പ്രശ്നം കൂടി പറഞ്ഞുതരാം. കൊല്ലത്തൊരു ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഒരു ഭാര്യ ഗൈനക്കോളജിസ്റ്റാണ് പ്ലസ് സൈക്കോളജിയാണ്, ഭർത്താവ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. രണ്ടുപേരും മാരേജ് കോഴ്സിന് ക്ലാസ് വെക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു. അപ്പം നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നത്, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് കൺവേ ചെയ്ത ക്ലാസ്സായി. പക്ഷേ അത് ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോയി പറ്റുന്ന ഒരാൾക്കാരാണ് വിജയിക്കുന്നത്. പ്രശാന്ത് കിഷോർ കൊടുത്ത ഉപദേശങ്ങൾ BJP നന്നായി ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടു. പക്ഷെ പ്രശാന്ത് കിഷോറിന് അത് സ്വന്തം കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം അങ്ങനെ പോയി. സുനിൽ കനകോലിനെ കുറിച്ച് 2 ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനമാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്, ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റാണെന്ന് ജനം തീരുമാനിക്കണ്ടേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2300ഓളം പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവരെത്ര പേരിനത് ജയിച്ചു എന്നാണ് എൻ്റെ വിജയം. ആ വിജയമാണ് നാളെ എനിക്ക് അവരെ നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷന്മാരാക്കി മാറ്റാൻ പറ്റുന്ന കർമ്മം ചെയ്യുമ്പോൾ അവരെ കൂടെ കുറേ ആൾ കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുത്ത ആൾക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചാലാണ് ഞാൻ സക്സസ്ഫുൾ ആവുന്നത്. ഇപ്പോൾ ഒരു MLA കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നതിന് എനിക്ക് പ്രധാന പങ്ക് വഹിക്കാനില്ല. പക്ഷേ ഒരു MLA കാൻഡിഡേറ്റിനെ കൊണ്ടുപോകുന്നത്, ആ MLA കാൻഡിഡേറ്റ് ഒരു കാരണവശാലും ജയിക്കാത്തൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ടിട്ടാണ് ഞാൻ വിജയിപ്പിച്ചെടുക്കണേ എൻ്റെ വിജയം. ഇപ്പോൾ ഒരു കോൺഗ്രസ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA വിജയിപ്പിക്കുന്ന എൻ്റെ കഴിവല്ല. ഒരു BJP മണ്ഡലത്തിൽ BJP കാൻഡിഡേറ്റ് കൊണ്ട് വിജയിപ്പിക്കുന്ന എൻ്റെ വിജയമല്ല. ഒരു CPM മണ്ഡലത്തിൽ കൊണ്ടുപോയി CPM കാൻഡിഡേറ്റ് കൊണ്ടുപോയി വിജയിപ്പിക്കുന്നത് എൻ്റെ വിജയമല്ല. ഒരു കോൺഗ്രസ് ട്രെൻഡുള്ള സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന എൻ്റെ വിജയമല്ല. ഒരു BJP ട്രെൻഡുള്ളപ്പോൾ ആ ഒരു BJP കാൻഡിഡേറ്റ് വിജയിപ്പിക്കുന്ന എൻ്റെ. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തി വിജയിപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് അതിന് കൈയിടിയിട്ടുള്ളൂ, അതിന് ജനമനസ്സിൽ കയറുള്ളൂ. അപ്പോഴാണ് ഞാൻ വിജയിക്കുള്ളൂ. ഇപ്പം ഞാൻ കോടതി തന്നെ പറയുന്ന കാര്യം, എൻ്റെ ജൂനിയേഴ്സിന് പറയുന്ന കാര്യം വെച്ചാൽ, നമുക്ക് റിസ്ക് ഉള്ള കേസിൽ വിജയിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാത്ത റൊട്ടീൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പോയാലും പോയില്ലെങ്കിലും ജൂനിയർ പോയാലും കേസ് ജയിക്കും. പക്ഷേ റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ നടത്തണം. അവിടെയാണ് ഞാൻ വിജയിച്ചോ ഇല്ലയെന്ന് ജനം തീരുമാനിക്കുന്നത്. ജനമാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഞാൻ വിജയിച്ചോ ഇല്ലയോ. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പ് എന്നൊന്നും ആളുകൾക്ക് പെട്ടെന്ന് അറിവുള്ള കാര്യങ്ങളായിരിക്കില്ല. എളുപ്പത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതം നമ്മൾ പ്രസംഗിച്ചാൽ പോരെ? മതത്തിനെ ഇൻവോൾവ് ചെയ്യും. കേരളത്തിൽ പൊളിറ്റിക്സിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടർ മതം തന്നെയാണ്. മതം, ജാതി, രാഷ്ട്രീയം, സാമൂഹിക പ്രശ്നങ്ങൾ, ആൻറ്റി ഇൻക്യൂമറൻസി ഫാക്ടേഴ്സ്, ഇതൊക്കെ ഇലക്ഷൻ ജയിക്കാൻ വലിയ ഫാക്ടറാണ്. പക്ഷേ ആ ലെവൽ കുറഞ്ഞു പോകുന്ന വെച്ചാൽ, ലോകം നോക്കിയാൽ ലോകത്തിൽ പല രാജ്യങ്ങളും മതം ഇല്ലാതെക്കൊണ്ടിരിക്കുക. മതത്തേക്കാൾ ഉപരി ആൾക്കാർ ഒരു സ്പിരിച്വാലിറ്റി ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മതത്തിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് എപ്പോഴും തീവ്ര മത വികാരങ്ങളുള്ള ചില ഏരിയകളിൽ മാത്രമാണ് അത് വിജയിക്കുന്നുള്ളൂ. അപ്പോൾ ആ ട്രെൻഡ് കുറേ കഴിയുമ്പോൾ മാറും. അപ്പോൾ നമുക്ക് മതത്തിന് മുകളിൽ നിൽക്കാൻ പറ്റുന്നത് നമ്മളുടെ ഐഡൻറ്റിറ്റി, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഈ മതമോ രാഷ്ട്രീയമോ നമുക്ക് ബാധിക്കും. ഇപ്പോൾ VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നിലപാടെടുത്താണ് പറവൂർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി അത്. ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി കുറച്ച് കാലത്തേക്ക് അദ്ദേഹത്തിന് ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി വരുമ്പോൾ, സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ജനങ്ങൾ മനസ്സിൽ കാണുന്ന ആളാണ്. പാർട്ടി അത് തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും അനുയോജ്യനായി VD സതീശനായി മാറുന്നത് അത് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി കൊണ്ടാണ്, മത ഐഡൻറ്റിറ്റി കൊണ്ടല്ല എന്നാണ് അവിടെ പ്രത്യേകത. അവിടെ ചില രാഷ്ട്രീയ നേതാക്കൾ ജാതിയുടെയും ഇതിൻ്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയാവാൻ നടക്കുമ്പോൾ VD സതീശന് കിട്ടുന്ന മൈലേജ് അവിടെയാണ്. താങ്കൾക്കൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? ഇപ്പോൾ എന്താണ്? ഞാൻ 1997 ശങ്കര കോളേജിൽ വെച്ച് KSUവിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. അതിനുശേഷം ഞാൻ 2002 ഭാരതമാതാ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. 2005 ഞാൻ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷം ഞാൻ പിന്നെ രാഷ്ട്രീയത്തിനോട് ഞാൻ താല്പര്യം കുറച്ച് ഇത്, കാരണം പിന്നീട് എൻ്റെ സ്വന്തം വാർഡിൽ എന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചത് സ്ഥാനാർത്ഥിയാക്കിയില്ല. LLB കഴിഞ്ഞ് വന്നപ്പോൾ പിന്നീട് വാർഡിൽ പരിഗണിച്ചതിനോട് സ്ഥാനാർത്ഥിയായില്ല. പിന്നീട്
നിയമസഭ പോലുള്ള ഇതിനകത്ത് പേരൊക്കെ വന്നു, പക്ഷെ അതും ഇതായില്ല. പക്ഷെ ഞാൻ ഒരു 2012 എൻറോൾ ചെയ്തോടി ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ജനസേവനത്തിന് രാഷ്ട്രീയം തന്നെ വേണമെന്നില്ല എന്ന് കണ്ടെത്തി. കാരണം ലോയർ എന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ട്രെയിനിങ്ങിലൂടെ അത് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രസംഗങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ഒരു കക്ഷി രാഷ്ട്രീയത്തിനുള്ളിൽ നിൽക്കണ്ട എന്ന് തോന്നി. അപ്പോൾ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയോട് പറഞ്ഞു, ഞാൻ ഇനിയൊരു പാർട്ടി ഭാരവാഹിയായിരിക്കാനോ ജനപ്രതിനിധിയാകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്യൂട്ടി എനിക്ക് തോന്നുന്നു, ജനസേവനമാണ്, അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സർവീസ് നിങ്ങൾ ചെയ്യുന്നതിന് നല്ലതിനൊപ്പം ഞാൻ നിന്നോളാം എന്ന് പറയുന്ന ഒരു ഓഫറോട് ഞാൻ പയ്യെ എന്ന് മാറി. ഇന്ന് ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല, ഒരു രൂപയുടെ മെമ്പർഷിപ്പ് പോലും ഒരു പാർട്ടിയിലും എനിക്കില്ല. പക്ഷേ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കുമാണ്. അതിനകത്ത് കൂടുതലും കോൺഗ്രസ്സുകാർ അതിനകത്ത് താല്പര്യം പ്രകടിച്ച് ഇപ്പോൾ വരുന്നുണ്ട്. മുമ്പ് മറ്റു പാർട്ടിക്കാരാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇവരും വരുന്നുണ്ട്. കാരണം കുറേ ക്ലാസ്സുകൾ മറ്റു പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവരൊക്കെ ട്രെയിനിങ്ങിൻ്റെ അനിവാര്യത CPM നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ കൂടുതൽ അതിനകത്ത് ഇടതുപക്ഷ പാർട്ടിക്കാർ കൂടുതൽ താല്പര്യം കാണിക്കും. കാരണം അവർ പുറത്ത് ഒരു എന്താ പറയുക കുറച്ചും കൂടി റഫായിട്ടുള്ള പ്രകൃതമാണെങ്കിലും ഉള്ളിൽ അവർ ട്രെയിനിങ് സ്വീകരിക്കാൻ അവർക്ക് ആ ഒരു വിജയം നേടുന്ന ഭയങ്കര കരിസ്മ അവരിലുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പല സർവേകളും ഞാൻ ഒഫീഷ്യലി അൺഒഫീഷ്യലി നടത്തിയിട്ടുണ്ട്. ആ ഒഫീഷ്യലി നടത്തിയ സർവേകളോട് ചില നേതാക്കന്മാർക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷേ നമുക്കത് അതിന് ദോഷം ഗുണമുണ്ട്. പക്ഷേ ആ ട്രെൻഡുകൾ നന്നായി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് പാർട്ടിക്കും താല്പര്യമുണ്ട്. നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സർവേ കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈമറി സർവേ അനുസരിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് 3 ലെവൽ സർവേ നടക്കും. ഒന്നാമത്തെ സർവേ എന്ന് പറഞ്ഞാൽ പ്രൈമറി സർവേ നടക്കും, രണ്ടാമത്തെ ഓൺലൈൻ സർവേ നടക്കും, മൂന്നാമത്തെ ട്രെൻഡ് ബേസുകളുടെ അനാലിസിസ് എടുക്കാനുണ്ട്. ഈ 3 ലെവൽ കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അത് ജനുവരിയിൽ ഡിക്ലെയർ ചെയ്യാം. അതിന് വാല്യൂ അപ്പോഴായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ UDF ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ചോദ്യമാണ് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. അതിന് ഉത്തരം കിട്ടാത്തിടത്തോളം നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉറപ്പായും VD സതീശൻ തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കാരണം ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനാർത്ഥി VD സതീശനാണ്. കോൺഗ്രസ് പാർട്ടി ആര് തീരുമാനിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹമുണ്ട്, ശശി തരൂരിന് ആഗ്രഹമുണ്ട്, KC വേണുഗോപാൽ വന്നേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും ജനങ്ങളുടെ മനസ്സിലുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VD സതീശൻ മാത്രമാണ്. അത് ജനങ്ങളുടെ സർവേ റിപ്പോർട്ടിൽ എല്ലാ സർവേ റിപ്പോർട്ടും എടുത്ത് നോക്കിയാലും നിങ്ങൾ സർവേ നടത്തിയാലും ആ റിപ്പോർട്ടിൽ VD സതീശൻ എന്നേ പറയുള്ളൂ. രണ്ടാമത് ഇടതുപക്ഷത്തിൽ നിന്ന് പുതിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുന്നത് തോമസ് ഐസക്കാണ്. ഈ 2 രീതിയിലാണ് ട്രെൻഡ് പോകുന്നത്. അപ്പോൾ പിണറായി വിജയൻ അത് ക്യാമ്പയിനർ മാത്രമായിരിക്കും. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് കാശ് ജനങ്ങളുടെ അടുത്തേക്ക് വരാൻ പാകത്തിന് അറേഞ്ച് ചെയ്താൽ വോട്ട് പിന്നെയും മാറില്ലേ? ആ ട്രെൻഡിനോട് എങ്ങനെ കോൺഗ്രസ് പ്രതികരിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ട്രെൻഡിൽ അങ്ങനെ ഒരു കിറ്റ് വന്ന സമയത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വളരെ തന്ത്രജ്ഞനായ കരുണാകരൻ്റെ ശിഷ്യനായ രമേശ് ചെന്നിത്തല കോടതിയിൽ പോയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ റേഷൻ വാങ്ങുന്ന കിറ്റ് വാങ്ങിയ ആളുകളുടെ എണ്ണം നോക്കിയാൽ 4 മുതൽ 7% ആൾക്കാരാണ് ഈ സൗജന്യങ്ങൾ പിൻവലിക്കുന്നത്. അത്തരം ആൾക്കാരുടെ വോട്ട് ഇവിടെ വളരെ നന്നായി അവർ വോട്ട് ചെയ്യുന്നവരാണ്. അവരെ സ്വാധീനിക്കാൻ വന്നപ്പോൾ അതിനോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് ആ കിറ്റിനെതിരെ വിമർശിച്ചുകൊണ്ട് കിറ്റിനെതിരെ കോടതിയിൽ പോയെന്നാണ്. ആ കോടതിയിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെതിരായി. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചത്. അത് ഈ തവണയും അത്തരം രീതിയിൽ വരും. ഇപ്പോൾ സർവേ നടക്കുന്നു, ആ സർവേ CPMൻ്റെ സർവേ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കാൻ വേണ്ടി CPMൻ്റെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അത് കോടതി പോയി വിജയിക്കാൻ സാധ്യതയില്ല. കാരണം അത് ഒരു പോളിസി മാറ്റർ, നയ മാറ്ററായിട്ട് മാത്രമാണ് കോടതി കാണുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കോടതി പോകാതിരിക്കണം. ചിലത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വിടണം, ചിലത് നിയമ ചർച്ചകൾക്ക് വിടണം. ആ ഒരു പക്വത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ചെയ്താൽ ഈ ഒരു ട്രെൻഡ് UDFന് നല്ലൊരു മേൽക്കോയ്മ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും. കുറച്ച് ബ്ലാക്ക് മാർക്കുള്ളൊരു MLA ഇപ്പോൾ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് മാർക്കൊക്കെ മാറ്റി ഇമേജ് കുറച്ചുകൂടെയും നന്നാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. പലർക്കും നല്ല മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് SWOT അനാലിസിസ് ആണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ SWOT അനാലിസിസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നെഗറ്റീവ്സ് എന്താണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അതിന് നമുക്ക് ആ കാര്യത്തെ നരേറ്റീവ് അല്ല ചെയ്യണം. അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ചിലത് അവോയ്ഡ് ചെയ്യാം, ചിലത് റിയാക്ട് ചെയ്യാം, ചിലത് അറ്റാക്ക് ചെയ്യാം, ചിലത് നമുക്ക് ഡൈവേർട്ട് ചെയ്യാം, ചിലത് റീഫോക്കസ് ചെയ്യാം. ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സിൽ ഏത് മെത്തേഡാണോ ഉപയോഗിക്കേണ്ടത്? ചില മെത്തേഡിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അത് കുറേ കൂടി വീക്കായിക്കൊണ്ടിരിക്കും. ചിലത് ഇഗ്നോർ ചെയ്യേണ്ടി വരും, ചിലത് റീഫോക്കസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്കൊരു ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തെ മാസ്ക് ചെയ്യാൻ വേണ്ടി വേറെ സംഭവം കൊണ്ടുവന്ന് വെച്ചാൽ മതി. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് വെച്ചാൽ ആ ഇവിടുത്തെ ഫോക്കസ് അങ്ങോട്ട് പോകും. ആ ട്രെൻഡ് മാറ്റിക്കളയാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് മീഡിയ ട്രെൻഡ് മാറ്റുന്ന അങ്ങനെ മീഡിയയും ട്രെൻഡ് മാറ്റും. പക്ഷേ മീഡിയ അറിയുന്നില്ല, മീഡിയ ട്രെൻഡ് പിന്നാലെ പോയേ പറ്റുള്ളൂ. അതുപോലെ രാഷ്ട്രീയക്കാർ നല്ല ബുദ്ധിയുണ്ട്. ആ ട്രെൻഡ് ഉപയോഗിക്കാൻ മാത്രം പറ്റിയാൽ മതി.
ഈ കാലഘട്ടത്തിൽ സ്ത്രീ വിഷയം ഒരു പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒരു ഭരണകക്ഷിനെ പ്രതി കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിന് തന്നെ സ്ത്രീ വിഷയങ്ങൾ പലപ്പോഴും കാരണമായിട്ടുണ്ട്. സ്ത്രീ വിഷയങ്ങൾക്ക് സാധാരണ ജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും സത്യം അറിയുന്ന ജനങ്ങളിൽ അത് ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. കോടതി പോലും പണ്ട് ഒരു സെക്ഷൽ ഒഫൻസ് വന്നാൽ കോടതി കാണുന്ന ആറ്റിറ്റ്യൂഡ് അല്ല എന്നുള്ളത്. ഇന്നൊരു ഒരാളൊരു കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിന് സെക്ഷൽ അലിഗേഷനാക്കി കൊണ്ടുവരുന്ന ആളുകൾ നിന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീക്ക് കൊടുത്ത ഒരു പ്രിവിലേജ് മോശം ആളുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ വിഷയത്തിൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില MLA-മാർ വീണ്ടും ജയിച്ചത് നമ്മുടെ ചരിത്രത്തിൽ, ഞാൻ പേര് പറഞ്ഞു, അതൊരു ഡിഫമേഷൻ മാറ്റർ ആയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ചില MLA-മാർക്കെതിരെ അത്തരം അലിഗേഷൻ വന്നിട്ട് പോലും അവർ ജയിച്ചു. ചില MLA-മാർ ജയിച്ചില്ലെങ്കിലും അതിൻ്റെ അടുത്തുള്ള വോട്ടുകൾ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഈ സ്ത്രീ വിഷയം എന്ന് പറയുന്നത് അതിനെ ജെനുവിനിറ്റി ബേസ് ചെയ്തിരിക്കും. അതിന് ഒരു എന്താ പറയുക, ഒരു പരാതിയുണ്ടോ, ആ പരാതിയുമായി ബന്ധപ്പെട്ട് വസ്തുതയുണ്ടോ, ഇത് കൺവിൻസിങ് ആണോ, ഇതൊക്കെ വരുമ്പോഴേക്കും അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ MLA പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആ വസ്തുത പുറത്തു വരാനുള്ള സമയമില്ലാത്ത സമയത്താണ് ഈ ഒരു ആരോപണം പുറത്തു വരുന്നതിൽ അത് ഭയങ്കരമായിട്ട് അഡ്വൈസായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത് സത്യം പുറത്തു വരേണ്ട സമയം വേണം. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അങ്കമാലിയുടെ കാര്യം പറഞ്ഞാൽ കുറച്ചൊക്കെ സ്ഥാനാർത്ഥികളെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിയമസഭയാകുമ്പോഴത്തേക്കിനും പാർട്ടികൾ വന്ന് സമീപിച്ച് ഏതൊക്കെ സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ നിർത്താം എന്നൊരു അഡ്വൈസ് കേട്ടാൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ ഓൾറെഡി ഒരു ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് തേർഡ് ലെവലുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ കൂടി ആ ലിസ്റ്റിൻ്റെ ഭാഗമാക്കിയിട്ട് സർവേ നടത്തും. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ആ ആൾക്ക് എത്ര ശതമാനം സപ്പോർട്ടുണ്ട്. അതായത് ആദ്യം നാം ചിന്തിക്കുന്നത് ഇവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസി ഇടതുപക്ഷത്തിനാണോ വലതുപക്ഷത്തിനാണോ അതോ NDA-ക്ക് ആണോ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ലിസ്റ്റിൽ, കാരണം സ്ഥാനാർത്ഥി വെച്ച് പോയാൽ വേറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഈ വോട്ട് ഡിവിഷനിൽ എത്ര വോട്ട് പെർസെൻറ്റേജ് ആ സ്ഥാനാർത്ഥിക്ക് ഉണ്ടെന്ന് നമ്മൾ പൊസിഷൻ ചെയ്ത് കൊടുക്കും. ആ പൊസിഷനിങ് അത് രഹസ്യമായിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുള്ളൂ. കാരണം നമുക്ക് പബ്ലിക്കായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഒരു പാർട്ടി ആവശ്യപ്പെടുന്ന റിപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ആരാണ് ജയിക്കാൻ സാധ്യതയുള്ള ട്രെൻഡുകളും നമുക്ക് അറിയാൻ പറ്റും. വ്യക്തിപരമായി അടുത്ത് നിൽക്കുന്ന നേതാക്കന്മാർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് എന്ന് താങ്കളുടെ സേവനം അന്വേഷിച്ച് വന്നിട്ടുള്ള ആരെങ്കിലും പേര് പറയാൻ പറ്റില്ല? നമുക്ക് പേര് പറയുന്നത് അവരുടെ അതൊരു ശരിയായ, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നേതാക്കന്മാരായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഓക്കെ. ഇപ്പോൾ 2030 കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഡിസംബർ 9, 11 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ താങ്കളെ സമീപിച്ചാൽ സമയം ഒരുപാട് വൈകിപ്പോയി, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവരെ, സ്ഥാനാർത്ഥി ആയതിനു ശേഷം നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് വീഡിയോ എന്തെങ്കിലും ചെയ്ത് അവർ കാണാൻ സൗകര്യം കൊടുക്കാം. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി ചിന്തിക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്നതും ഒരു കാരണവശാലും ട്രെയിനിങ്ങിനും മെൻറ്ററിങ്ങിനും പോവുകയല്ല. ഇപ്പോൾ നിങ്ങൾ ഏതായാലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്തരം പോയിൻറ്റ്സ് എല്ലാ മീഡിയയ്ക്കും കൊടുക്കുന്ന പോയിന്റ്, ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളെ സമീപിക്കുക, ഈ വാറിൽ ജയിക്കാൻ ശ്രമിക്കുക. റിസൾട്ട് വരുന്നവരെ തോക്കും എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടാകാതിരിക്കുക. സ്വന്തം മനസ്സിലേക്കും തോൽക്കുമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്ന ഫീൽ ഉണ്ടാകാതിരിക്കുക. അവസാനം വരെ വിജയിക്കുമെന്ന ഫീൽ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഒരു 10 to 15% നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തോടെ ഇലക്ഷൻ സമീപിക്കുക എന്നാണ് അവരോട് പറയാനുള്ളൂ. നിങ്ങൾ ആ ഇലക്ഷൻ സമീപിച്ച് കഴിയുമ്പോൾ റിസൾട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്യാം. അടുത്ത തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 2009 നിങ്ങൾ ഒരു ജനപ്രതിനിധിയാക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ചെയർമാനോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ ആക്കാൻ പറ്റുന്ന പണി നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഒരു ദേശീയ തലത്തിലേക്കും കൂടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു, വോട്ട് ചോരി കണ്ടുപിടിച്ചു, അത് ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു. എന്നിട്ടും മോദിയോട് മുട്ടി നിൽക്കാൻ വേർക്കുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഈ ദയനീയ അവസ്ഥ? രാഹുൽ ഗാന്ധി വേർക്കുന്നില്ല. രാഹുൽ ഗാന്ധി കൂൾ മാനാണ്. അങ്ങേര് ഭയങ്കര ഇൻ്റലിജൻ്റാണ്. പക്ഷെ അങ്ങേര് തന്ത്രജ്ഞനല്ല. അങ്ങേര് സാത്വികനാണ്. അങ്ങേര് അക്രമകാരിയല്ല. ശത്രുവിനെ ഉണ്ടാക്കുന്ന കാര്യം പുള്ളി ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് പലരും കോൺഗ്രസിൽ വരുന്ന സ്ഥാനങ്ങൾ മോഹിച്ച മരം ഉണങ്ങുമ്പോൾ അതിലെ പക്ഷികൾ പറന്നു പോകും. ആ ഒരു ഉണക്ക്, ആ പറന്നുപോലും അനിവാര്യമാണ്. കോൺഗ്രസ് ഇത്ര വർഷം കടന്നുപോയി. ഈ കടന്നുപോയ കോൺഗ്രസ്സിന് ഒരു ശുദ്ധീകരണം നടക്കണം. ആ ശുദ്ധീകരണ സമയമായിട്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കൊഴിഞ്ഞുപോക്കിനെ കാണുന്നത്. ആ കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മരം വീണ്ടും തിളർക്കും. ആ തിളർക്കലിൽ വരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമുള്ള, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകണമെന്ന ഗാന്ധി സ്വാതന്ത്ര്യം നേടി കൊടുത്ത ഇന്ത്യ അതേ സ്വാതന്ത്ര്യത്തോടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതിനൊരു ടേം കൂടി കടന്നു പോയാൽ മതി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തേണ്ടതായിരുന്നു. അവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഞാനിപ്പോൾ നിങ്ങളെ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇലക്ഷൻ കമ്മീഷന് ഒരു വിവരാവകാശം കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് ഇന്ത്യയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയായ തീരുമാനം തരാൻ തയ്യാറായില്ല. ഞാൻ അതിനെതിരെ ഇപ്പോൾ അപ്പീൽ കൊടുത്തേക്കാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്നെയും ഭയക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിനെ മാത്രമല്ല, സാധാരണ ഒരു വക്കീലായ ഹൈക്കോടതി സുപ്രീം കോടതി മാത്രം പ്രാക്ടീസ് ഈ എളിവനായ എന്നെ പോലും ഇലക്ഷൻ കമ്മീഷൻ ഭയക്കുകയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഭയക്കുന്നതിന് കാരണം വോട്ട് ചോരി നടന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ച 50,000-ത്തിലധികം കുറവ്, 50,000-ത്തിൽ താഴെ വോട്ടിൽ ജയം സംഭവിച്ച പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ ലിസ്റ്റും ആ മണ്ഡലങ്ങളുടെ വോട്ടർ പട്ടികയും ഡിജിറ്റൽ ഫോർമാറ്റിൽ തരാൻ പറ്റാത്ത വിവരാവകാശ നിയമം RTI നിയമം 2005 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ ട്രാൻസ്പെറൻസിക്ക് കൊണ്ടുവന്ന് ആ ട്രാൻസ്പെറൻസിക്ക് കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഇത് തരാൻ അവകാശമുണ്ട്, ഒരു പൗരന് കിട്ടാൻ അവകാശമുണ്ട്. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയുടെ കസ്റ്റോഡിയൻ. അപ്പോൾ വോട്ടർ പട്ടിക അവരുടെ കയ്യിലുണ്ട്, അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കണമെന്ന് വിവരാവകാശ നിയമം പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള പട്ടിക തരാൻ ഇലക്ഷൻ കമ്മീഷൻ ഭയക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വോട്ട് ചോരി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ അപ്പീലില്ലെങ്കിൽ അവർ മറുപടി തരട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വോട്ട് ചോരിക്കെതിരെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഒരു ജെൻസി വിപ്ലവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയെ കുറേയധികം ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാലത്ത് അടിയന്തരാവസ്ഥ സംഭവിച്ചു, അത് അനിവാര്യമായി പോയി എന്ന്. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമ്മളെല്ലാം സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഗാന്ധിയൻ ഫിലോസഫിയുടെ തലമുറയാണ്. യെസ്, അപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ താങ്കളുടെ സേവനങ്ങൾ കേരള രാഷ്ട്രീയത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.